മോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ദോശ നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ തലേദിവസം അരി വെള്ളത്തിൽ ഇട്ടില്ല, മാവ് അരച്ച് വെച്ചില്ലെന്ന് ടെൻഷൻ ഒന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 തക്കാളി ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പഴുത്ത തക്കാളി. അതുപോലെ തന്നെ നമുക്ക് ഒരു സവാള വേണം. അപ്പോൾ അതൊന്ന് തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോരുതേ. അപ്പോൾ ആ തക്കാളി എല്ലാം നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നല്ല പേസ്റ്റായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണം ക്വാണ്ടിറ്റി അതിനനുസരിച്ച് എടുക്കുക. ഇനി ഇതേ കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അല്ലെങ്കിൽ മിക്സിയുടെ അടിഭാഗത്ത് കട്ട പിടിച്ചിരിക്കുക. അത് അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ലൂസാക്കി ചെറുതായിട്ടൊന്ന് ലൂസാക്കിയതിന് ശേഷം അടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടായി തോന്നുവാണെങ്കിൽ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ ഒന്ന് കലക്കിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ ദോശ നമ്മളിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഒന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ അടിച്ചെടുക്കണം. അതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം എത്ര വേണം, ലൂസായിട്ട് വേണം, ഇച്ചിരി ലൂസായിട്ട് വേണം നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. എന്നാൽ ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. നമ്മൾ ഒന്ന് ലൂസായിട്ട് കലക്കിയാൽ നമുക്ക് നല്ല നൈസായിട്ട് ഇത് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ലൂസായിട്ട് കലക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ദോശ റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാര, 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മാവൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ദോശപ്പാൻ. അത് നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്ന സമയം നമുക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. അപ്പം നമ്മുടെ ദോശമാവ് നല്ലപോലെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഒരല്പം നെയ്യ് നമുക്കിതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഒരു വശം മൊരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ലപോലെ മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് മൂപ്പിച്ചെടുക്കാം. 2 വശവും നല്ലപോലെ മൊരിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. നല്ല മൊരാന്നുള്ള നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്താലേ അത് കിട്ടത്തുള്ളൂ. ലൈക്ക് ഒന്ന് ചെയ്യുമ്പോൾ ഹൈപ്പ് വരും. അപ്പോഴത്തേക്ക് നിങ്ങൾ ഹൈപ്പും കൂടെ കൊടുക്കുക കേട്ടോ. ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് വീഡിയോ കാണുക. അപ്പോൾ എൻ്റെ ചങ്കുകൾ പെട്ടെന്ന് ഓരോ ലൈക്കൊന്ന് അടിച്ചേക്കണേ. അപ്പോൾ എല്ലാ ദോശയും ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങാ ചട്നിയുടെ ഒരു നല്ല വെള്ള തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള ദോശയാണ്. അപ്പോൾ അതാ ഞാൻ ചട്നിയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് ഒന്നുകൂടെ വീഡിയോ ചെയ്യാനുള്ള ഒരു സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എല്ലാവർക്കും ബൈ.